ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് പുതിയ സർവീസ് ഫീസുകൾ ഈടാക്കുമെന്ന് ഇറാൻ. ചൈനയിലെ ബെയ്ജിംഗിൽ നടന്ന വേൾഡ് ഫീസ് ഫോറത്തിലാണ് ചൈനയിലെ ഇറാൻ അംബാസഡർ അബ്ദുൾ റസൂൽ റഹ്മാനി ഫസ്ലി ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ പ്രാദേശിക ജലപ്രദേശത്തിന്റെ ഭാഗമാണെന്നും അതിനാൽ തന്നെ സർവീസ് ഫീസ് ഈടാക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതൊരു ടോൾ അല്ലെന്നും മറിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനും കപ്പലുകളുടെ ഗതാഗത മേൽനോട്ടം വഹിക്കുന്നതിനും വേണ്ടിയുള്ള ഫീസാണെന്നും അംബാസഡർ പറഞ്ഞു. വൻതോതിലുള്ള കപ്പൽ ഗതാഗതം മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഈ തുക ഉപയോഗിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കൂടാതെ പ്രയാസകരമായ സമയങ്ങളിൽ ഇറാനൊപ്പം നിന്ന സൗഹൃദ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഫീസിൽ പ്രത്യേക പരിഗണനയും ഇളവുകളും നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെയും ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും അഞ്ചിലൊന്നും കടന്നു പോകുന്നത് അതീവ തന്ത്രപ്രധാനമായ പാതയാണിത്. പശ്ചിമേഷ്യ യുദ്ധസമയത്ത് ഇറാൻ ഈ പാത ഏതാണ്ട് പൂർണ്ണമായും അടച്ചിട്ടതിനെ തുടർന്ന് ആഗോള ഇന്ധന വിപണിയിൽ വൻ വിലക്കയറ്റം അനുഭവപ്പെട്ടിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി പ്രാഥമിക കരാറിലെത്തിയ ശേഷമാണ് ഇറാൻ ഹോർമുസിലെ ഉപരോധം നീക്കിയത്. നിലവിൽ സംഘർഷത്തിന് സ്ഥിരമായ പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്നു വരികയാണ്. ഇതിനിടയിലാണ് ഫീസ് ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നത്. വിതരണ ശൃംഖലയിലെ പുതിയ നിബന്ധനകൾ ഇന്ധനവിലയെ ബാധിക്കുമോ എന്ന ആശങ്ക പല രാജ്യങ്ങളും പങ്കുവെക്കുന്നു. അമേരിക്ക ഈ നീക്കത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ജലപാതയിൽ സുരക്ഷാ മേൽനോട്ടത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പണം ഈടാക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഒമാനുമായി സഹകരിച്ച് ജലപാതയിൽ പുതിയ ക്രമീകരണങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ ആദ്യ കരാർ പ്രകാരം 60 ദിവസത്തേക്ക് വാണിജ്യ കപ്പലുകൾക്ക് സൗജന്യമായി കടന്നുപോകാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം എന്ത് നിബന്ധനകളാണ് നിലവിൽ വരിക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം ജൂണിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച കരാർ പ്രകാരം കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇറാനാണ് നൽകിയിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി ഇറാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്നും കരാറിൽ പറയുന്നു. കൂടാതെ മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് കടലിടുക്കിന്റെ ഭാവി ഭരണവും സമുദ്ര സേവനങ്ങളും സംബന്ധിച്ച വ്യവസ്ഥകൾ ഇറാൻ തീരുമാനിക്കുമെന്നും കരാറിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ വലിയൊരു ശതമാനവും ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ സംഘർഷങ്ങൾ പോലും ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ സമാധാന നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ദോഹയിൽ നടക്കുന്ന ചർച്ചകൾ വിജയകരമായാൽ മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് നിന്നും 8ഓളം കപ്പലുകൾ യു-ടേൺ എടുത്ത് മടങ്ങിയതായി റിപ്പോർട്ട്. ഈ തന്ത്രപ്രധാന ജലപാതയ്ക്ക് മേൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് പുതിയ പ്രതിസന്ധികൾക്ക് കാരണം. ഒമാൻ തീരത്തെ പാത ഉപേക്ഷിച്ച ചില കപ്പലുകൾ ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള നിയമാനുസൃത പാതയിലേക്ക് വഴിമാറിയാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. വെള്ളിയാഴ്ചയ്ക്കും ശനിയാഴ്ചയ്ക്കും ഇടയിൽ പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിച്ച ഓയിൽ ടാങ്കറുകൾ, ബൾക്ക് കാരിയറുകൾ, വാഹനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ എന്നിവയാണ് ഒമാൻ തീരത്ത് നിന്ന് പെട്ടെന്ന് യു-ടേൺ എടുത്തത്. തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതും അംഗീകരിച്ചിട്ടുമുള്ളതുമായ ജലപാതയിലൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാവൂ എന്ന് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിച്ചാൽ കർശനമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. യു-ടേൺ എടുത്ത കപ്പലുകളിൽ ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറും 2 പ്രൊഡക്റ്റ് ടാങ്കറുകളും ഒരു ബൾക്ക് കാരിയറും ഇറാന്റെ നിർദ്ദേശപ്രകാരം വടക്കോട്ട് നീങ്ങി ഇറാൻ തീരത്തെ പാതയിലൂടെ യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.